ഹലോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് 6 മണിക്ക് ഒരു അലാറത്തോടെയാട്ടോ ഇന്നത്തെ തുടക്കം. അപ്പം ഞാൻ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. പിന്നെ നമ്മൾ തായിലേക്ക് വന്നു. തായിൽ വന്നപാടെ തന്നെ കണ്ടതൊരു പഴമായിരുന്നു. പിന്നെ അത് വെച്ച് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മുറിച്ചു. പിന്നെ വലിയ പഴുക്കാത്തതും പഴുത്തൊരു പഴമാണ് കേട്ടോ. മീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു ടൈപ്പ് പഴമാണ്. അതിന് ജസ്റ്റ് ഒന്ന് പാനിൽ ജസ്റ്റ് റോസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിലത്ത് കുറച്ച് എഗ്ഗൊക്കെ ഇട്ടിട്ട് ഒരിത് അത്ര തന്നെ. ഇത് നമ്മളെ ഗേൾസിൻ്റെ ബോറടിക്കുമ്പോൾ തിന്നുന്നൊരു ഐറ്റം എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ മേലിലേക്ക് വന്നു. പിന്നെ ഒരു ഫിലിമൊക്കെ വെച്ചു, അത് തിന്നിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഒരു 10 മണി ആ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ് ആ ഒരു തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ ഒരു ദിവസം നല്ല ഡീപ്പ് ക്ലീനിങ് ഉണ്ടായാലെന്ന് നമ്മുടെ ഹോം നല്ല ക്ലീനായിട്ടുണ്ടാവും. അപ്പം ഞാൻ മേലിലേക്ക് വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഇറുക്കുന്നതാണ് ഏറ്റവും വലിയ പണി കേട്ടോ. പിന്നെ നമ്മൾ പില്ലോസൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു പുതപ്പ് പൊടിക്കൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഇവിടെയൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്യുമ്പോൾ അടിച്ചു വാരിയിട്ട് മാത്രം പോക്കാണ്, അല്ലാണ്ട് വേറെ ക്ലീൻ ചെയ്യലൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇന്ന് ഏതെങ്കിലും ഒരു ദിവസം നല്ല വൃത്തിയൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ മാഷബിയറൊക്കെ വെച്ച് കുറച്ച് ഓർഗനൈസ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഇത് എപ്പോഴും ഉണ്ടാവില്ല, ഒരു വീക്കിൽ ഒരു ദിവസം അത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ടു ഡു ലിസ്റ്റ് ചെയ്യാൻ ഇന്ന് കുറച്ച് വൈകിപ്പോയോ എന്നുള്ളതിൽ ഒരു സംശയം ഇല്ലാണ്ടില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു ടൈമാണ് എനിക്കിഷ്ടം. ഈ ഒരു ടൈമാണ് കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടൽ കേട്ടോ. ബാക്കി എല്ലാ ടൈമും കുറച്ച് എന്താ പറയുക ലേഗായിട്ടുണ്ടാവും. പിന്നെ ഇന്ന് ജുമായിക്കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഇത് കത്തിച്ച് വെച്ചു. പിന്നെ ജുമാ സൂറത്ത് അതൊക്കെ ആക്കി വെച്ചു. പിന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടി തന്നെ അങ്ങ് ബാക്കിൽ പോയിട്ടോ. പിന്നെ തുടക്കൽ ഇതായി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മേലിൽ ഞാൻ അധികം ക്ലീൻ ചെയ്യലില്ല, ഇങ്ങനെ ചെറിയ ദിവസം മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്യൽ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ നേരെ കമൻറ്റിലോട്ട് പറയൂ കേട്ടോ. നമ്മളത് എന്തിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒന്ന് പുറത്ത് വേണ്ടായിരുന്നു, ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റൊക്കെ ഇട്ട് നമ്മളങ്ങനെ റെഡിയായാൽ തന്നെ. പിന്നെ ഒരു ഉച്ച സമയമായി, ലഞ്ചിൻ്റെ ടൈമായിട്ടോ. പിന്നെ ഇന്ന് ഫ്രൈഡേ എല്ലാവരുടെ വീട്ടിലും ഐ തിങ്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഫുഡായിരിക്കും. നമ്മളെ വീട്ടിലും അങ്ങനെ തന്നെ കേട്ടോ. വൈകുന്നേരം ഒരു കുറച്ച് സ്നാക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയുള്ളൂ. അപ്പം ശരി, ബൈ.